ഇന്ന് ഡിസംബർ 19 ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ്. ക്രിസ്മസ് വരാൻ പോകുന്നു, ന്യൂ ഇയർ വരാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്ന ഒരു സ്ഥലം ഫോർട്ട് കൊച്ചി തന്നെയാണ്. ഫോർട്ട് കൊച്ചിയിൽ പുതുവത്സരാഘോഷത്തിന് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കൽ വേദിക്ക് മാറ്റമുണ്ടാകില്ല എന്നും പക്ഷേ അന്നേ ദിവസം വാഹന നിയന്ത്രണം ഉണ്ടാകുമെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാൻ കഴിഞ്ഞ വർഷം എത്തിയത് വിദേശികളടക്കം അപ്രതീക്ഷിത ജനക്കൂട്ടമാണ്. തലനാരിഴയ്ക്കാണ് ആളപായം ഉണ്ടാവാതിരുന്നത്. ഇതൊഴിവാക്കാൻ ഇത്തവണ മാർഗനിർദ്ദേശങ്ങളടങ്ങുന്ന മാപ്പ് വിതരണം ചെയ്യാനാണ് പദ്ധതി. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ, പുറത്തേക്കുള്ള വഴികൾ, അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട വഴികൾ, പാർക്കിംഗ് സ്ഥലങ്ങൾ, ടോയ്ലറ്റുകൾ തുടങ്ങിയവ രേഖപ്പെടുത്തിയ മാപ്പാണ് പൊതുജനങ്ങൾക്ക് നൽകുക. പുതുവത്സര തലേന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നതിൽ കർശന നിയന്ത്രണവും ഉണ്ടാകും. നമ്മൾ വേദി കൊല്ലവും പരേഡ് ഗ്രൗണ്ട് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. നമ്മളൊരു വിശദമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെൻറ്റ് പ്ലാൻ തന്നെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ വിവിധ എൻട്രി പോയിന്റുകളും എക്സിറ്റ് പോയിന്റുകളും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ചില വഴികൾ വൺ വേകളാക്കും. പിന്നെ ഒരു പ്രധാന തീരുമാനം എന്ന് പറയുന്നത് ആ ദിവസം ഈ ഒരു ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് ഒരു വാഹനങ്ങളും നമ്മൾ പ്രവേശിക്കില്ല. കൂടുതൽ ക്രൗഡിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം സൺഡേ കാരണം കൂടുതൽ ആൾക്കാർ വരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പോലീസ് ഉണ്ടാവും. സന്തോഷകരമായതും സന്തോഷവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു ന്യൂ ഇയറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പുതുവത്സരാഘോഷത്തിനായി പാപ്പാഞ്ഞിയുടെ നിർമ്മാണം ഉടൻ തുടങ്ങും. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിൽ കൂടുതൽ റോറോ സർവീസും നടത്തും. എല്ലായിടത്തും വെളിച്ചം ഉറപ്പാക്കാനും നിരീക്ഷണ ക്യാമറകളും ബാരിക്കേഡുകളും സ്ഥാപിക്കാനും സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. മീഡിയ 1 കൊച്ചി.